വെൽക്കം ടു ദ വെരി ഫസ്റ്റ് ഡേ ഓഫ് 2026 ഇൻ മൈ ലൈഫ്. രാത്രി 12 മണിക്ക് തന്നെ 12 ഗ്രേപ്സ് ഒക്കെ കഴിച്ച് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ദെൻ ഐ കോൾ മൈ ഫേവറേറ്റ് പീപ്പിൾ. ബേബീൻ്റെ ഫസ്റ്റ് ന്യൂ ഇയർ ആയിരുന്നു, അതൊക്കെ സെലിബ്രേറ്റ് ചെയ്ത്. വെൽക്കം ടു ദ വീഡിയോ. ഈ യൂട്യൂബ് എടുക്കുന്ന അമ്മമാരെ ഞാൻ സമ്മതിച്ചു. കുറച്ച് മെനക്കെടുള്ള പണിയാണ്, പക്ഷെ രസമുണ്ട്. പക്ഷെ ഈ വർഷം ഞാൻ ഇതിൻ്റെ അകത്ത് സീരിയസാണ്. എന്തിനാണ് ഞാൻ ഗെയിം ലൈഫ് എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്ക് ഡൗട്ടാണ്. ഞാൻ കൈപ്പക്ക ഈ ഭയങ്കര ഹെൽത്തിയാണ്. ആൻഡ് ഈ വീട്ടിലെല്ലാവരുടെയും ഫേവറേറ്റ് ഉപ്പേരിയാണ്. എനിക്ക് അത്ര ഇഷ്ടമില്ല, പക്ഷെ എൻ്റെ അടുത്ത് ഡോക്ടർ കൈപ്പക്ക ഇഷ്ടംപോലെ കഴിക്കാൻ പറ്റുന്നുണ്ട്. സോ വിൽ ഹാവ് ഇറ്റ്. ചോറ് വാർത്തപ്പോൾ ചെറുതായിട്ട് വലുതായിട്ടൊന്ന് പുള്ളി, അതിൻ്റെ കരച്ചിലാണ് നിങ്ങൾ ഈ ന്യൂ ഇയർ ആയിട്ട് ഇവിടെ കാണുന്നത്. ഫുഡൊക്കെ സെറ്റ് ചെയ്ത് അടുക്കളൊക്കെ റെഡിയായി. ഇനി ഞാൻ ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിച്ച് പണിക്ക് കയറട്ടെ. കിട്ടും ഈ ഭാഗ്യം. രാവിലെ തന്നെ കുട്ടി എണീറ്റ് പണിയൊക്കെ എടുക്കുക, അമ്മ ഇങ്ങനെ റീൽസ് തോണ്ടി കിടക്കുക. എവിടെ കിട്ടും? പേഷ്യൻ്റ് ഞാൻ ഒന്നും പറയുന്നില്ല. നോക്ക്, എല്ലാ വീട്ടിലും അമ്മമാർ രാവിലെ എണീക്കും, മക്കൾ തോന്നുമ്പോൾ എണീറ്റ് വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ റീൽസ് കാണും. ഇവിടെ നേരെ തിരിച്ചാണ്. I made this dosha and chutney, but Velliyamma sent me കൊഴുക്കട്ട ആൻഡ് എന്തോ കറി. കൊഴുക്കട്ട ഞാൻ തുറന്നു നോക്കി, കറി എന്താ എനിക്കറിയില്ല. ഐ തിങ്ക് ഇറ്റ്സ് ഗ്രീൻ പീസ് കറി. വല്യമ്മേൻ്റെ ഒരു മാസ്റ്റർ പീസാണ്. അപ്പം ന്യൂ ഇയർ ആയിട്ട് രാവിലെ തന്നെ ആക്ച്വലി ഞാൻ ദോശ ഉണ്ടാക്കുമ്പോഴാണ് വല്യമ്മ കൊണ്ടുത്തന്നില്ല, ഞാൻ ഉണ്ടാക്കില്ലേന്. ഗ്രീൻ പീസ് വെജിറ്റബിൾ കറിയും നല്ല കൊഴുക്കട്ടയും പിന്നെ ദോശയും എല്ലാം ഉണ്ട്.
നമുക്ക് കഴിച്ചാൽ ആക്ച്വലി ഇറ്റ്സ് 11 o'clock. ഞാൻ ഈ കൊല്ലെങ്കിലും ഒന്ന് നേരത്തെ കാലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് നന്നാവാൻ വിചാരിച്ചേ. പക്ഷെ വേണ്ടി കഴിച്ചിട്ട് വരാം. ചൂട് തന്നെ ചായയും നമുക്ക് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇറ്റ്സ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ബ്രഞ്ച് എന്ന് പറയാം. കൊഴുക്കട്ട, ഗ്രീൻ പീസ് കറി, ഞാൻ ഉണ്ടാക്കിയ ദോശ, ചട്നി, ചായ. എക്സാമിന് പഠിക്കണം. ആത്മാർത്ഥമായി ഞാനൊരു വിഷൻ ബോർഡൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. സോ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള മനസ്സ് എനിക്ക് ഉണ്ടാവണം. ആ മനസ്സെന്തായാലും ന്യൂ ഇയർ ആയതുകൊണ്ടെന്നുണ്ട് ഈ വർഷം മൊത്തം ആ ഒരു മനസ്സുണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ആൻഡ് എൻ്റെ ചുറ്റും കണ്ടാൽ യു ക്യാൻ സീ എല്ലാം ഭയങ്കര പഴയതാണ്. ഇതെല്ലാം 100 വർഷം മുന്നേ ഉള്ളതാണ്. ഈ ടേബിളൊക്കെ ലൈക്ക് അച്ചച്ചൻ എത്രയോ വർഷം മുന്നേ റൂമിലിട്ട് വെച്ചുണ്ടാക്കിയ പിസ്താണ്. ആൻഡ് ഈ ടേബിളൊരു സാധനം ഉണ്ട്, കാണിച്ചു തരാവേ. ശരിക്കാൻ പറ്റില്ല. ഓക്കെ, ദിസ് ഈസ് ലൈക്ക് കുറേ മിനിയേച്ചേഴ്സ് ഉണ്ട്. ഇതെൻ്റെ ഫാമിലി ഫോട്ടോ ആണ്. ആൻഡ് ഇതെൻ്റെ മിനിയേച്ചേഴ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ മിനിയേച്ചേഴ്സ്. അതുണ്ട്. പിന്നെ എൻ്റെ ലാപ്പുണ്ട്, പഠിക്കുന്ന ബുക്കുണ്ട്. ലാപ്പിലെ വെള്ളം സ്പ്രേ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഹിയർ മൈ ബാഗ്സ് അതെ. ഇതെൻ്റെ കസിൻസാണ്. ഞാൻ പഠിക്കുന്ന സാധനങ്ങളാണ്. സോ ഇനി ഞാൻ പോയി പഠിക്കട്ടെ, എന്നിട്ട് വരാം. എനിക്കറിയില്ല എങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ നോക്കും. ഓരോരുത്തർ എടുക്കുന്ന കണ്ടിട്ട് ഒരു ആത്മാർത്ഥത്തിൽ ചെയ്തതാണ്. മുടി ചെയ്യണം, പക്ഷെ നനഞ്ഞ മുടിയാണ്. ആ മുടിയൊന്ന് ഉണങ്ങിയിട്ട് വേണം ചെയ്യാൻ. ബൈ. ആത്മാർത്ഥമായി പഠിക്കാനിരുന്ന ഞാൻ ആത്മാർത്ഥത കൂടി കിടന്നുറങ്ങി. ഇപ്പം 3:15. ലഞ്ച് കഴിച്ചിട്ടില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയിട്ടാണല്ലോ കഴിച്ചത്. സോ എനിക്കിപ്പോൾ എണീച്ചപ്പം മറ്റേ വൈറൽ ചീസ് മാഗി ഇല്ലേ, അത് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. ഗുഡ് ആഫ്റ്റർനൂൺ. ആദ്യം ഒരു പഴം കഴിച്ചിട്ട് മാഗി ഉണ്ടാക്കുന്നതൊക്കെ ചിന്തിക്കാം. ബിക്കോസ് ഐ എം ഹംഗ്രി ആണ്. ഇത് ഭയങ്കര ഹെൽത്തിയാണ്. മുടി വളരാൻ നേന്ത്രപ്പഴം നല്ലതെന്ന് പണ്ട് തന്നെ ഒരു ആൻറ്റി പറഞ്ഞിട്ടുണ്ട്. ആൻറ്റി പറഞ്ഞ സത്യമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അന്ന് മുതൽ മുടി വളരാൻ വേണ്ടി ഞാൻ നേന്ത്രപ്പഴം കഴിക്കാറുണ്ട്. I made the viral cheese Maggi. കുറച്ച് നേരമായിട്ട് നമ്മുടെ ജോജി തമ്പീൻ്റെ ഇൻസ്റ്റഗ്രാം ലൈവ് നോക്കിയിരിക്കുന്നു. ആർക്ക് കിട്ടിയോ ആവോ 10 പവൻ, എനിക്കറിയില്ല. സോ ഇതിനിടയിൽ ഞാൻ പഠിച്ചു, ഡിന്നർ കഴിച്ചു. ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. എന്തായാലും കുറേ ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്ന് എനിക്കറിയാം. പക്ഷേ ഇറ്റ് വാസ് എ സമാധാനമുള്ള ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഡേ ആയിരുന്നു. ന്യൂ ഇയർ മൊത്തം ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിക്കട്ടെ. ബട്ട് ഇറ്റ് ഷുഡ് ബി ഹാപ്പനിങ് ടു. അപ്പോൾ നിങ്ങൾക്കും നല്ലൊരു ഇയർ വിഷ് ചെയ്യുന്നു. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എനിക്കറിയാം ഇനിയും കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെന്ന്. ബട്ട് ഇമ്പ്രൂവ് ചെയ്ത് ഞാൻ ഈ വർഷം എൻ്റെ യൂട്യൂബിന് സ്റ്റേബിളായിട്ട് നിൽക്കുന്ന എൻ്റെ വാക്കാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് സംസാരിക്കുന്ന മാതിരി നിങ്ങളുടെ അടുത്ത് വന്ന് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ ഡേ. ഇനി എൻ്റെ ഫേവറേറ്റ് ബുക്കുണ്ട്, ഞാൻ തുടങ്ങി വെച്ചൊരു ബുക്കുണ്ട്. ഫസ്റ്റ് പാർട്ടിൻ്റെ സെക്കൻഡ് പാർട്ട്, ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് ബൈ നിമ്ന വിജയ്. ഇത് വായിക്കണം, പിന്നെ ഫ്രഷ് ആവണം, കുറച്ച് നേരം റീൽസൊക്കെ തോണ്ടി ഇരുന്ന് കിടന്നുറങ്ങണം. ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ വീഡിയോ. അപ്പം ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും.